when they were in opposition and when they were in power, they have carried out a witch hunt against my father, unparalleled in the history of Kerala. ഇന്ന് പുതുപ്പള്ളിയും കേരളവും ഇന്ന് പുതുപ്പള്ളിയും കേരളവും ഇടതുപക്ഷ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്ന ദിവസമാണ്. പല പ്രതിഷേധങ്ങളുണ്ട്, ഒന്നല്ല. എൻ്റെ പിതാവിനെ അന്യായമായി 1-2 വർഷമല്ല 9 വർഷക്കാലം ഈ സർക്കാർ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇവരും വേട്ടയാടിയ മാത്രമല്ല, വേട്ടയാടൽ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്, ഒരു സംശയം വേണ്ട. അത് വലിയ പ്രതിഷേധമാണ്. പുതുപ്പള്ളിയുടെ മനസ്സിൽ, കേരളത്തിൻ്റെ മനസ്സിലേറ്റ മുറിവാണത്. പുതുപ്പള്ളിയുടെ മനസ്സിൽ ആ മുറിവ് ഇപ്പോഴും ഉണങ്ങി. ആ ഒരു വേട്ടയാടൽ ഞങ്ങൾക്ക് പലതരത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തെ ഫണ്ട്സ് തരാത്ത രീതിയിൽ ദ്രോഹിക്കുന്ന തരത്തിലുൾപ്പെടെ ഉള്ള വേട്ടയാടൽ നടന്നിട്ടുണ്ട്. പിന്നെയും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്, അതും പ്രതിഷേധമാണ്. ഒപ്പം ഞാൻ കയറിയതിന് ശേഷം 9 വർഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്തോട്ട് നോക്കി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. ഞങ്ങളുടെ പാലങ്ങൾ അത് ഇപ്പോഴും തൂളിൽ നിൽക്കുക. ഉമ്മൻചാണ്ടി സർക്കാർ എവിടെ നിർത്തി അവിടെ നിൽക്കുക. അപ്പം വേട്ടയാടി മാത്രമല്ല, ഈ മണ്ഡലത്തോടും കാണിച്ച അന്യായങ്ങൾ ചെറുതല്ല. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷന്, എൻ്റെ പണി തീരാത്ത ഒരു സിവിൽ സ്റ്റേഷന് എൻ്റെ പിതാവിൻ്റെ പേരിട്ടു. മറക്കാൻ ഞങ്ങളെ ഇങ്ങനെ അവമാനിക്കണം. അദ്ദേഹത്തെ നിങ്ങൾ 9 വർഷക്കാലം പല രീതിയിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വേട്ടയാടി. ഇന്ന് അതേ പണി തീരാത്തൊരു സ്ഥാപനത്തിന് അത് അദ്ദേഹത്തിൻ്റെ പേരിടണോ? അത് വേട്ടയാടൽ തന്നെയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഞങ്ങളെ വേട്ടയാടിയതിന് തുല്യമായിട്ട് തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും ഈ നാടിനെ ആകെപ്പാടെ ബാധിച്ച പ്രശ്നമാണ്. ഇതൊക്കെ പ്രതിഷേധങ്ങളുണ്ട്. അത് ജനം ഇന്ന് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആ പ്രതിഷേധം കാണിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കറുപ്പ് പ്രതിഷേധത്തിൻ്റെ ഇതാണ്. ഇന്ന് കറുപ്പ് കാണുമ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഒന്നും പറയാൻ, കറുപ്പ് കണ്ടാൽ ഇന്ന് പലർക്കും പ്രശ്നമാണ്. ഇത് കറുപ്പ് എന്നുള്ളത് ഇവിടുത്തെ ഈ സമൂഹത്തിൻ്റെ വലിയ എന്താ പറയുക, ആചാരത്തിൻ്റെ കൂടെ ഭാഗ്യമെന്ന് വിചാരിച്ചു. നിങ്ങൾ ക്യാമ്പയിനിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സോളാർ കേസിലടക്കം ഉമ്മൻചാണ്ടി സാറിനെ ഈ രീതിയിൽ ഈ വേട്ടയാടി എന്നുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പിതാവിനെ വേട്ടയാടി എന്ന് പറഞ്ഞുകൊണ്ട് സംശയമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ആ CBIയുടെ റിപ്പോർട്ടൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചർച്ചയായോ? ഞാൻ പലതവണ പറഞ്ഞില്ലേ ചർച്ച ചെയ്തോ? അദ്ദേഹത്തിനെതിരെ CBI എൻക്വയറി നിങ്ങൾ ഓർത്ത് നോക്കൂ. ഒരു കുടുംബത്തിൻ്റെ വേദന. ആദ്യം 3 വർഷക്കാലം ഇല്ലാത്ത കഥകളുണ്ടാക്കി മാധ്യമങ്ങളിലൂടെ വേട്ടയാടുക. അത് കഴിഞ്ഞിട്ട് CBI എൻക്വയറി. അതിനു മുമ്പ് അദ്ദേഹത്തിനടുത്ത് റേപ്പ് കേസിൻ്റെ ചാർജ് ഞാൻ പറയണോ? അപ്പം എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നൊന്നും ചെയ്തില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ എല്ലാ പ്രതിഷേധവും ഇന്ന് കേരളം രേഖപ്പെടുത്തുന്ന ദിവസമാണെന്ന് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വേദനയുള്ള ദിവസമാണ്. അതുകൊണ്ട് ആ വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത്. അതിൽ എന്താ പറയുക, സ്വർണ്ണക്കൊള്ളയും അതിൻ്റെ വളരെ വലിയ ഇഷ്യൂ ആണ്. ഒരു സർക്കാരിൻ്റെ കാലത്ത് നടക്കാത്ത വിധം ഈ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിക്കാനും സ്വർണ്ണക്കൊള്ള നടത്താനും കൂട്ടുന്നൊരു സർക്കാരിനെതിരെയുള്ള കൂടി പ്രതിഷേധമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആര് മന്ത്രിയായാലും ഇല്ലേലും UDFന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും. ഒരു കോൺഗ്രസ്സുകാരൻ ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രി ആയിരിക്കും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്ന, രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്ന, സോണിയാഗാന്ധി തീരുമാനിക്കുന്ന, മല്ലികാർജ്ജുന ഖാർഗെ തീരുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരിക്കും. ആ ദിവസത്തിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ആ ഒരു പ്രതിഷേധം കൂടെ ഉണ്ടെന്ന് വെച്ചോ. ഞങ്ങൾക്ക് സർക്കാർ വരാത്ത, സർക്കാരിൻ്റെ തെറ്റായ തീരുമാനത്തിൽ ഇതിലുള്ള പ്രതിഷേധം കൂടി ഉണ്ട്. സാറിന്റെ ഓർമ്മകളൊക്കെ ഓട്ടായി മാറോ? ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ ഓട്ടായി മാറോ? സാറിന്റെ ഓർമ്മകൾ ഓട്ടായി. താങ്ക് യു.
when they were in opposition and when they were in power, they have carried out a witch hunt against my father, unparalleled in the history of Kerala. They are protecting those people who carried out the witch hunt. They did take no action. CBI also has concluded there is no guilt on my father's part. Still, they did not take any action against the conspirators, and they kind of entire Kerala is voting against this government in protest. Today is the day when my father will get justice. Today is the day. My father did not get justice for many years. Today is the day when my father is going to get justice, and that justice is going to be given by the people of Kerala. We cannot forget what was done to him. We cannot forget. And that we have no enmity, we have no anger, but there is need of justice. And I believe that people of Kerala will just do justice to my father by giving the state a Congress chief minister, by giving the state a Congress government which will not say to people, go out. That is what I will say.